ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. കാനഡയിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. സൈപ്രസ് പര്യടനം പൂർത്തിയാക്കി ഇന്ന് രാവിലെ കാനഡയിലെത്തിയ പ്രധാനമന്ത്രിക്ക് ഊഷ്മളമായ വരവേൽപ്പാണ് ലഭിച്ചത്. സുപ്രധാനമായ ആഗോള വിഷയങ്ങൾ G7 നേതാക്കളുമായി ചർച്ച ചെയ്യും. തുടർച്ചയായ 6ാം തവണയാണ് G7 ഉച്ചകോടിയിൽ ശ്രീ മോദി പങ്കെടുക്കുന്നത്. ആഗോളതലത്തിലെ സാമ്പത്തിക ഭൌമ രാഷ്ട്രീയ വിഷയങ്ങൾ ഉച്ചകോടി ചർച്ച ചെയ്യും. US, UK, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, കാനഡ എന്നീ രാജ്യങ്ങളുടെയും യൂറോപ്യൻ യൂണിയന്റെയും കൂട്ടായ്മയാണ് G7. ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ സമാധാനത്തിനുള്ള ആഹ്വാനവുമായി G7 നേതാക്കൾ. ഇസ്രായേലിന് സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ടെങ്കിലും സംഘർഷങ്ങളിൽ സാധാരണക്കാർ ഇരയാകാതെ സംരക്ഷിക്കേണ്ടതുണ്ടെന്ന് നേതാക്കൾ സംയുക്ത പ്രസ്താവനയിൽ വ്യക്തമാക്കി. ആണവായുധം കൈവശം വയ്ക്കാൻ ഇറാനെ ഒരിക്കലും അനുവദിക്കരുതെന്ന ദീർഘകാല നിലപാടും G7 രാജ്യങ്ങൾ ആവർത്തിച്ചു. ഇറാൻ ഇസ്രായേൽ സംഘർഷത്തെ തുടർന്നുള്ള സ്ഥിതിഗതികൾ കണക്കിലെടുത്ത് G7 ഉച്ചകോടിയിൽ നിന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ മടങ്ങി. പശ്ചിമേഷ്യയിലെ സംഘർഷം ലഘൂകരിക്കണമെന്ന് ലോക നേതാക്കൾ സംയുക്ത പ്രസ്താവന പുറപ്പെടുവിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ട്രംപിന്റെ മടക്കം. ഇരു രാഷ്ട്രങ്ങളും തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിക്കാൻ മാർഗങ്ങൾ തേടുന്നതായി ട്രംപ് പറഞ്ഞു. സംഘർഷത്തിന് പരിപൂർണ അന്ത്യമാണ് ആഗ്രഹിക്കുന്നതെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ഇറാൻ ഇസ്രായേൽ സംഘർഷം 5ാം ദിവസവും രൂക്ഷമായി തുടരുന്നു. ശക്തമായ വ്യോമാക്രമണങ്ങളിൽ ഇരുപക്ഷത്തും വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഇറാന്റെ സൈനിക കമാൻഡർ അലി ഷബ്ദാനിയെ വധിച്ചതായി ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടു. അതേസമയം ഇസ്രായേൽ നഗരങ്ങളായ ടെൽ അവീവിലും ജെറുസലേമിലും ഇറാൻ മിസൈൽ ആക്രമണങ്ങൾ നടത്തി. ഇസ്രായേലിലെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയും മൊസാദിന്റെ ഓപ്പറേഷണൽ കേന്ദ്രത്തിന് നേരെയും ആക്രമണം നടത്തിയതായും ഇറാൻ അവകാശപ്പെട്ടു. ശക്തമായ മിസൈൽ ആക്രമണങ്ങളിൽ ഇതുവരെ ഇറാനിൽ 224 പേരും ഇസ്രായേലിൽ 24 പേരുമാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. ഇറാനിലെയും ഇസ്രായേലിലെയും കേരളീയർ സുരക്ഷിതരാണെന്ന് നോർക്ക റൂട്ട് CEO. ഇറാനിലുള്ള 12 മലയാളി വിദ്യാർത്ഥികളുടെയും ബിസിനസ് ആവശ്യത്തിന് ടെഹ്റാനിലേക്ക് പോയ സംഘത്തിന്റെയും വിവരങ്ങൾ ഇന്ത്യൻ എംബസിക്ക് കൈമാറിയതായും നോർക്ക അറിയിച്ചു. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ DNA പരിശോധനയിലൂടെ ഇതുവരെ 163 മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞു. 124 പേരുടെ ഭൌതിക ശേഷിപ്പുകൾ കുടുംബാംഗങ്ങൾക്ക് കൈമാറി. 24 പേരുടെ ഭൌതിക ശേഷിപ്പുകൾ നാളെ രാവിലെ കൈമാറുമെന്ന് അഹമ്മദാബാദ് സിവിൽ ആശുപത്രിയിലെ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ രാകേഷ് ജോഷി മാധ്യമങ്ങളോട് പറഞ്ഞു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം പൂർത്തിയായി. മഴയെ നിഷ്പ്രഭമാക്കി ആവേശകരമായ കൊട്ടിക്കലാശത്തിനാണ് മണ്ഡലം ഇന്ന് സാക്ഷ്യം വഹിച്ചത്. നാളെ നിശബ്ദ പ്രചാരണമാണ് നടക്കുക. മറ്റന്നാളാണ് വോട്ടെടുപ്പ്. LDFന്റെ M സ്വരാജ്, UDFന്റെ ആര്യാടൻ ഷൌക്കത്ത്, NDAയുടെ മോഹൻ ജോർജ്, സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവർ എന്നിവരാണ് മത്സരരംഗത്തെ പ്രമുഖർ. 23-നാണ് വോട്ടെണ്ണൽ. കേരളത്തിൽ സമാധാന അന്തരീക്ഷം നിലനിർത്തുന്നതിൽ പോലീസിന് വലിയ പങ്കാണുള്ളതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തൊടുപുഴയിൽ കേരള പോലീസ് അസോസിയേഷൻ സംസ്ഥാന കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരള പോലീസ് എല്ലാ അർത്ഥത്തിലും ജനകീയ പോലീസാണെന്നും ദുരന്ത മുഖങ്ങളിൽ മനുഷ്യത്വപരമായ പ്രവർത്തനങ്ങളാണ് പോലീസ് നടത്തിയതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ ITIകളുടെ അടിസ്ഥാന സൌകര്യ വികസനത്തിനായി 1444 കോടി രൂപയുടെ പദ്ധതി കേന്ദ്ര നൈപുണ്യ വികസന മന്ത്രി ജയൻ ചൌധരിക്ക് സമർപ്പിച്ചതായി മന്ത്രി V ശിവൻകുട്ടി. 5 വർഷം കൊണ്ട് പദ്ധതി പൂർത്തിയാക്കുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ക്രൊയേഷ്യ സന്ദർശിക്കും. ക്രൊയേഷ്യ സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ശ്രീ മോദി. പ്രധാനമന്ത്രിയുടെ സന്ദർശനം ആഘോഷമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ക്രൊയേഷ്യയിലെ ഇന്ത്യൻ സമൂഹം. തെക്കൻ ഗാസയിലെ ഖാൻ യൂനിസിൽ സഹായ വിതരണ കേന്ദ്രത്തിന് സമീപം ഇസ്രായേൽ സൈന്യം നടത്തിയ വെടിവയ്പിൽ 51-ലധികം പേർ കൊല്ലപ്പെട്ടു. 200-ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഭക്ഷണമടക്കമുള്ള അവശ്യ വസ്തുക്കൾക്കായി എത്തിയവർക്ക് നേരെയാണ് ഇസ്രായേൽ സൈന്യം വെടിയുതിർത്തതെന്ന് ഹമാസിന്റെ കീഴിലുള്ള സിവിൽ ഡിഫൻസ് ഏജൻസി ആരോപിച്ചു. അതേസമയം സംഭവത്തെക്കുറിച്ച് ഇസ്രായേൽ സൈന്യം പ്രതികരിച്ചിട്ടില്ല. FIH ഹോക്കി പ്രോ ലീഗിൽ ഇന്ത്യ അർജന്റീനയെ നേരിടുന്നു. ലണ്ടനിലാണ് മത്സരം നടക്കുന്നത്. ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തിയ ആത്മവിശ്വാസത്തിലാണ് ഇന്ത്യ ലോക 2ാം നമ്പർ ടീമായ അർജന്റീനയുമായി ഏറ്റുമുട്ടുന്നത്. നിലവിൽ 9 പോയിന്റുമായി ഇന്ത്യ 7ാം സ്ഥാനത്താണ്. സംസ്ഥാനത്ത് +1 ക്ലാസുകൾ നാളെ ആരംഭിക്കും. സംസ്ഥാനതല പ്രവേശനോത്സവം മന്ത്രി V ശിവൻകുട്ടി നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. അലോട്ട്മെന്റുകൾ പൂർത്തീകരിച്ച് ഏകദേശം 3,40,000 വിദ്യാർത്ഥികൾ +1 പ്രവേശന യോഗ്യത നേടിയതായി മന്ത്രി പറഞ്ഞു. സപ്ലിമെന്ററി അലോട്ട്മെന്റിനുള്ള സീറ്റ് ഒഴിവ് ഈ മാസം 28-ന് പ്രസിദ്ധീകരിക്കും. 23 മുതൽ 27 വരെ സേ പരീക്ഷ നടക്കുമെന്നും മന്ത്രി അറിയിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.